ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് റൈസിൻ്റെ റെസിപ്പിയാണ്. ബുഖാരി റൈസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, പക്ഷേ ഇത് എൻ്റെ ഒരു സ്റ്റൈലിലുള്ളൊരു റൈസാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റൈസ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒലീവ് ഓയിലും ഒരു 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും. ഇത് കുറച്ച് ഓയിലി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമ്മളിത് എപ്പോഴൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, അതേപോലെ കിസ്മിസ്. എൻ്റെ കയ്യിൽ ബ്ലാക്ക് കിസ്മിസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ഗോൾഡൻ കളർ കിസ്മിസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അതേപോലെ ഞാൻ ഇവിടെ കുറച്ച് ബദാം തോല് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ആ പാനിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിന് ശേഷം കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കായി, അതേപോലെ തന്നെ ബേ ലീഫ്, ചെറിയ ജീരകം, കുരുമുളക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് ഞാൻ കട്ട് ചെയ്യാതെ അതേപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു പിടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ 2 പീസാക്കി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതാണിത്. അത് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് കൂടുതൽ ഉപ്പും അതേപോലെ നല്ല പുളിയുള്ള കട്ട തൈരും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒരു 1.5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ അതിന് ശേഷം അതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ഉള്ളിയിലേക്ക് 1.5 തക്കാളീൻ്റെ പ്യൂരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാനിവിടെ 2 വലിയ ക്യാരറ്റ് നല്ല പോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മളെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ 2 കൂടെ വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇതിലേക്ക് എടുത്തിട്ട് ഒന്ന് വേവാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് 15 മിനിറ്റ് ആകുമ്പോഴത്തേനും. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതിപ്പോൾ മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ആ ഒരു സെയിം സ്റ്റോക്കിലേക്ക് 1 ടേബിൾ സ്പൂൺ അറബിക് മസാലയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരൊറ്റ ക്യൂബാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ വേണമെങ്കിൽ. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കനിൽ ഒരു മാരിനേഷൻ കൊടുക്കണം. എന്നിട്ടാണ് നമ്മളത് അവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ അറബിക് സ്പൈസ് മസാല, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് നമ്മുടെ ചിക്കനിലേക്ക് കോട്ടിംഗ് ആയി കൊടുക്കാം. എന്നിട്ട് അവൻ്റെ ട്രേയിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നല്ലപോലെ 200 ഡിഗ്രിയിൽ പ്രീഹീറ്റഡ് അവനിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ ചിക്കന് നമ്മൾ സെറ്റാക്കുമ്പോഴത്തേന് നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ പച്ചമുളകിൻ്റെ ഫ്ലേവർ നല്ലപോലെ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് വെള്ളക്കടല വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് ഈ റൈസിൻ്റെ കൂടെ കടല ഇങ്ങനെ കടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അതും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നല്ലപോലെ അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആ ദമ്മിൽ തന്നെ അങ്ങനെ കിടക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ അധികം ബ്രൗൺ കളർ ആക്കിയിട്ടില്ല ചിക്കന്. അപ്പോൾ നമ്മുടെ റൈസും റെഡി, ചിക്കനും റെഡി. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബുഖാരി റൈസും അതേപോലെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റൈസാണ്. നല്ലൊരു ഫ്ലേവറുള്ള റൈസാണ്. അതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ചെറിയ കടലിൻ്റെ ബൈറ്റ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.